ജീവിതത്തിനകത്ത് കടിച്ചു തൂങ്ങുന്നതാകുന്ന പ്രയാസങ്ങൾ, ജീവനെ കൊണ്ടുപോകുമെന്ന സ്വന്തം തീരുമാനമെടുത്തിരിക്കുന്ന അന്ധകാര ശക്തികൾ നിന്റെ ലൈഫിനകത്ത് കടിച്ചു തൂങ്ങുമ്പോൾ നിന്റെ മനോഭാവം തെറ്റാണെങ്കിൽ ആ സ്വന്തം ശക്തിക്ക് മുമ്പിൽ നീ എന്തെങ്കിലുമായി പട്ടുപോകും. മറിച്ച് നിന്റെ മനോഭാവം സ്വന്തം എന്റെ അകത്തൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്, ആ പ്രയാസത്തെ കീഴടക്കുവാൻ അതെന്നെ പ്രേരിപ്പിക്കുന്നതായി നിനക്ക് സ്വന്തം മനോഭാവത്തെ മാറ്റി തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതിനെ പൗലോസ് കൊടഞ്ഞതുപോലെ നിനക്ക് സെക്കൻഡുകൾക്കകത്ത് ആ പ്രതിസന്ധിയെ കൊടഞ്ഞു മാറ്റുവാൻ പറ്റും. സ്വന്തം അതാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയായവനാണ്. അത് ഒരു വാക്യം കൂടെ വായിക്കാം. 1 തീമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 12-13. എനിക്ക് ശക്തി നൽകി ക്രിസ്തു യേശു നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണേ. അടുത്ത വാക്യം വായിക്കും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, പ്രതിസന്ധികൾ അതിജീവിക്കുന്ന ഒരു മനോഭാവത്തെ താൻ വെളിപ്പെടുത്തുകയാണ്. 12-ാം വാക്യം വായിക്കുന്നു. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ തന്റെ മനോഭാവത്തിൽ ചെയ്യുന്നുണ്ടോ? എവിടെ നിന്നാണ് മനോഭാവം മാറിയത്? 13 മുമ്പേ ഞാൻ ദൂഷകനായിരുന്നു, ഞാൻ ഉപദ്രവിയായിരുന്നു, നിഷ്ഠൂരനായിരുന്നു. എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. അവന്റെ മനോഭാവം ചേഞ്ച് ആയില്ലെങ്കിൽ ഒരിക്കലും അവന്റെ കഠിനകാല ജീവിതത്തിൽ നിന്ന് അവൻ ഒരിക്കലും റിക്കവറായി വരാൻ കഴിയത്തില്ല. അവന്റെ ലൈഫ് അവിടെ വെച്ച് അവസാനിച്ചു പോകും, അവന്റെ ശുശ്രൂഷ അവിടെ വെച്ച് അവസാനിച്ചു പോകും. മറിച്ച് കഴിഞ്ഞ കാലത്ത് നിന്ന് എന്റെ അവസ്ഥകൾക്ക് മാറ്റം തന്ന് ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുവാൻ എന്നോട് എന്റെ ദൈവത്തിന് കരുണയുണ്ടായി. എന്റെ സകല കുറവുകളെയും അവൻ ക്ഷമിച്ചു എന്ന് തിരിച്ചറിയാനുള്ള ഒരു മനോഭാവമാണ് പൗലോസിനെ ശുശ്രൂഷയ്ക്കകത്ത് ശക്തിയോടെ നിർത്തുവാനുള്ള കാര്യം. നമ്മുടെ ജീവിതത്തിനകത്തുള്ള ബലഹീനതകൾ, നമ്മുടെ ജീവിതത്തിനകത്ത് വന്നുപോയ തെറ്റുകൾ, നമ്മുടെ ജീവിതത്തിനകത്ത് പാപങ്ങൾ വരാറുണ്ട് ചിലപ്പോഴൊക്കെ, അല്ലേ? സംസാരത്തിൽ, ചിന്തയിൽ ഒക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് പാപം വരാറുണ്ട്, അല്ലേ? പക്ഷെ നമ്മള് അതിന് വേണ്ട എന്ന് പറഞ്ഞ് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും നമ്മുടെ മനോഭാവത്തെ ആറ്റിറ്റ്യൂഡിനെ അത് കയറി പിടിച്ചിരിക്കും. എന്നറിയാമോ? അത് ഇങ്ങനെയാണ്, എനിക്ക് പറ്റത്തില്ല, ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് നിന്റെ അകത്ത് തെറ്റായ ചിന്തകളെ കൊണ്ടിടും. അങ്ങനെ കൊണ്ടിടുമ്പോൾ നിനക്കൊരിക്കലും ആത്മമണ്ഡലത്തിൽ കയറാൻ പറ്റത്തില്ല. ഇന്ന് പകൽ തിരിച്ചറിയണം, നിന്റെ ജീവിതത്തിനകത്ത് നീ അറിഞ്ഞോ അറിയാതോ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് നീ ദൈവത്തോട് ക്ഷമ പറയുമ്പോൾ അവൻ നിന്നോട് ക്ഷമിക്കും. അതിനർത്ഥം ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ അതിനെ മിസ്യൂസ് ചെയ്ത് ഇന്ന് തെറ്റ് ചെയ്തു, നമ്മൾ നാളെ ദൈവത്തോട് ക്ഷമ പറഞ്ഞു, അടുത്ത ദിവസം തെറ്റ് ചെയ്തു ക്ഷമ പറയുന്നു. അതല്ല, പൗലോസ് പറയുന്ന ഒരു കാര്യം ഇതാണ്, എന്റെ ജീവിതത്തിനകത്ത് ഞാൻ ഒരു ദ്രോഹിയായിരുന്നു, ഞാനൊരു നിഷ്ഠൂരനായിരുന്നു, ദൈവത്തിന്റെ മകനെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ലായിരുന്നു. 1 കൊരിന്ത്യർ 15-ാം പൗലോസ് പറയുന്ന പോലെ സഭയെ ഉപദ്രവിച്ചത് കൊണ്ട് ഒരു അപ്പോസ്തലൻ എന്ന പേര് പറയാൻ പോലും എനിക്ക് കഴിയത്തില്ല. പക്ഷേ അവന്റെ മനോഭാവം മാറിയത് എപ്പോഴെന്നറിയാമോ? അവന്റെ ജീവിതത്തിനകത്ത് ദൈവം അവന്റെ ലൈഫിനെ ചേഞ്ച് വരുത്തിയെന്ന് തിരിച്ചറിയാൻ അവന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവന്റെ മനസ്സ് മാറി. ആ പ്രതിസന്ധികളല്ല എന്നെ ഇപ്പോൾ ഭരിക്കുന്നത്, എന്നെ ഇപ്പോൾ ഭരിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. ആ തിരിച്ചറിവ് തന്റെ ശുശ്രൂഷയിൽ ശക്തിയോടെ നിർത്താൻ ഞാൻ പറയട്ടെ, നമ്മുടെ മനോഭാവത്തെ നമ്മൾ മാറ്റി. നമ്മുടെ കുടുംബത്തെ കുറിച്ചൊരു മനോഭാവം നമുക്കുണ്ട്, രക്ഷപ്പെടത്തില്ല, നന്നാകത്തില്ല, ഇനി ഒരിക്കലും ഒരു വീണ്ടെടുപ്പ് ഉണ്ടാകത്തില്ല, ഇനി അവൾ തുറക്കപ്പെടാൻ പോകുന്നില്ല, ഇനി ഒരിക്കലും അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകത്തില്ല, ഇനി അങ്ങനെ ഒരു സമൃദ്ധി ഉണ്ടാകത്തില്ല, അങ്ങനെ ഒരു ആരാധന
എന്ന്